രഞ്ജി ശ്രീനിവാസൻ വധക്കേസിലെ വിധി പ്രസ്താവം വന്നിരിക്കുകയാണ്. 15 പ്രതികളും കുറ്റക്കാരെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ 15 പ്രതികളെയും മാവേലിക്കര സബ് ജയിലിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതാണ്. രഞ്ജി ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങളടക്കം എല്ലാവരും ഈ വിധി കേൾക്കാൻ ഉണ്ടായിരുന്നു. RSS പ്രവർത്തകരുമോടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുടുംബാംഗങ്ങളെയും അഭിഭാഷകരെയും മാത്രമാണ് കോടതി മുറിയിൽ പ്രവേശിപ്പിച്ചത്. വലിയ സുരക്ഷയുമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രതികളെ തിരികെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും. 15 പ്രതികൾക്കെതിരെയാണ് കുറ്റം തെളിഞ്ഞിരിക്കുന്നത്. എല്ലാ കുറ്റവും തെളിഞ്ഞിരിക്കുന്നു. 1 മുതൽ 8 പേർക്കെതിരെ കൊലക്കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. മറ്റ് 7 പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു. മനീഷ് മഹിബാൽ വിധിയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, എന്തൊക്കെയാണ് വിധിയിൽ പറയുന്നത്? വേണുഗോപാലകൃഷ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഡയസിലെത്തിയ ജഡ്ജി VG ശ്രീദേവി ആദ്യം ഈ കേസ് തന്നെ പരിഗണനയ്ക്കെടുത്തു. ആദ്യ പരിഗണനയായിട്ട് എടുത്തു. കേസിൽ ആദ്യം തന്നെ ഒന്നാം പ്രതിയെ വിളിച്ചു. എന്താണ് പ്രതികൾക്ക് പറയാനുള്ളത് കാര്യം കേട്ടു. പക്ഷെ പ്രതികൾ ആരും ഒരു മറുപടിയും നൽകിയില്ല. പിന്നീടാണ് കേസിൽ പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതി വിവരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1 മുതൽ 8 വരെയുള്ള പ്രതികൾ ഈ കൊലക്കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അതായത് കയ്യിൽ ആയുധം കരുതി വീടിനകത്ത് കയറി, ആയുധമായി വീട്ടിനകത്ത് കയറി രഞ്ജി ശ്രീനിവാസനെ മാരകമായി കൊല ചെയ്യാൻ, അതായത് രഞ്ജി ശ്രീനിവാസന്റെ മരണത്തിന് കാരണമാകാൻ തക്കവണ്ണം വീടിനകത്ത് കയറി കൊലക്കുറ്റം ചെയ്തവരാണ് ഈ 8 പേരെന്ന് മനസ്സിലാക്കിയാണ് 302 കൊലക്കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ 9 മുതൽ 15 വരെയുള്ള പ്രതികൾ, ഇവർ തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചനയുടെ ഭാഗമായി ഇതിന്റെ അടിസ്ഥാനത്തിൽ 120 അടക്കം തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചനയുടെ ഭാഗം അടക്കമുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇനി ഈ കേസിന്റെ ശിക്ഷാവിധി 22-നാണ്. തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. അതിക്രൂരമായ കൊലപാതകമാണെന്ന് കോടതി പറഞ്ഞു. ഗൂഢാലോചനയുടെ ഭാഗമായി എല്ലാ പ്രതികളും പ്രവർത്തിച്ചിട്ടുണ്ട്. ആകെ 31 പ്രതികളുള്ള കേസിൽ നിലവിൽ 15 പേരാണ് വിചാരണ നേരിട്ടത്. ഈ 15 പേർക്കും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി 22-ന് ഏത് വിധത്തിലുള്ള ശിക്ഷയായിരിക്കും ഇവർക്ക് ലഭിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി കാണേണ്ടത്. ഒപ്പം തന്നെ ഈ രഞ്ജി ശ്രീനിവാസന്റെ അമ്മയും ഭാര്യയും കോടതി മുറിയിൽ ഉണ്ടായിരുന്നു. അവർ കൂടി ഇനി പുറത്തേക്ക് ഇറങ്ങണം. അവരുടെ കൂടി പ്രതികരണം നമുക്ക് തരേണ്ടതുണ്ട്. ശരി, മനീഷ് മഹിബാൽ, ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് ഈ പ്രതികളെല്ലാം. SDPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയുള്ളൊരു വിധി പ്രസ്താവം കൂടിയാണിത്. വിധിയിൽ ഈ പറയുന്ന കുറ്റകൃത്യത്തെ പറ്റിയല്ലാതെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, പ്രതികാര കൊലയാണ്, കൊലപാതക പരമ്പരകളുടെ ഭാഗമാണ്. അത്തരം എന്തെങ്കിലും പരാമർശങ്ങൾ ഈ വിധിയിലുള്ളതായി അറിയാമോ? കാര്യങ്ങളൊന്നും ജഡ്ജിയുടെ ഭാഗത്ത് അത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല. അതിക്രൂരമായ കൊലപാതകമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്ന കാര്യമാണ് പറയുന്നത്. ആദ്യം പ്രതികളുടെ പേര് ഞാൻ ഒന്ന് വായിക്കാം. 1-ാം പ്രതി നൈസാം, 2-ാം പ്രതി അജ്മൽ, 3-ാം പ്രതി അനൂപ്, 4-ാം പ്രതി മുഹമ്മദ് അസ്ലം, സലാം പൊന്നാട്, അബ്ദുൽ കലാം, സഫറുദ്ദീൻ, മുൻഷാദ്, ജസീബ് രാജ, നവാബ്, ഷമീർ, നസീർ, സക്കീർ ഹുസൈൻ, ഷാജി പൂവത്തുങ്കൽ, ഷെർനാസ് അഷ്റഫ് തുടങ്ങി 15 പ്രതികളെയാണ് നിലവിൽ കോടതി ഈ വിചാരണ നേരിട്ടതിന്റെ ഭാഗമായി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 8 പ്രതികൾ, അതായത് മുൻഷാദ് വരെയുള്ള 1 തൊട്ടുള്ള പ്രതികളാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്. പറഞ്ഞോളൂ മനീഷ്, എന്നിലേക്ക് വാ. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകുമാരനും കോടതിക്ക് മുന്നിലുണ്ട്. രഞ്ജി ശ്രീനിവാസൻ വധക്കേസിലെ വിധി പ്രസ്താവം കോടതി നടത്തിയിരിക്കുകയാണ്. 15 പ്രതികളും കുറ്റക്കാർ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശിക്ഷാവിധി തിങ്കളാഴ്ചയാണ് പ്രഖ്യാപിക്കുക. നൈസാം മുതൽ മുൻഷാദ് വരെയുള്ളവർക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. അതിനിഷ്ഠൂരമായ കൊലപാതകം എന്നാണ് കോടതി പറയുന്നത്. ശ്രീകുമാരൻ ഇപ്പോൾ വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വേണു, നമ്മോടൊപ്പം ഈ കോടതിക്കകത്തുണ്ടായിരുന്ന ഈ വിധി കേട്ട നമ്മുടെ റിപ്പോർട്ടർ മനീഷ് മഹിബാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനീഷ, എന്തെല്ലാം തെളിവുകളാണ് കോടതി പരിഗണിച്ചത്? ഞാൻ ആ തുടക്കത്തിൽ ഉണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ താഴോട്ട് ഇറങ്ങുമായിരുന്നു. എന്തായാലും എന്തെല്ലാം തെളിവുകളാണ് കോടതി പ്രധാനമായും ഈ വിധിയിൽ പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് മനീഷ് മനസ്സിലാക്കുന്നത്? ശ്രീത്ത്, അതായത് 6 മാസം കൊണ്ടാണ് ആലപ്പുഴ DYSP N രാജി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അവസാന ഘട്ടത്തിലാണ് തെളിവ് ലഭിച്ചതെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇവർ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ഗൂഢാലോചന നടത്തിയതിന് പോലീസിന് പലപ്പോഴും ഡിജിറ്റൽ തെളിവുകൾ ഈ പ്രതികളെ പിടികൂടുന്ന സമയത്തൊക്കെ തന്നെ നഷ്ടപ്പെടുക, അങ്ങനെയുള്ള കാലതാമസം നേരിടുകയുള്ള വിഷയങ്ങൾ. പക്ഷേ കാലതാമസം നേരിട്ടെങ്കിലും പോലീസിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, ഇവർ ഗൂഢാലോചന നടത്തിയതിൻ്റെ തെളിവ് ഗൂഗിൾ മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നും ഇവർ ഒപ്പം തന്നെ ഒരു ഡിജിറ്റൽ രേഖ തയ്യാറാക്കിയിരുന്നു.
എങ്ങനെ കൊലപാതകം നടത്തണം. അതായത് ഗൂഗിൾ മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരു റൂട്ട് മാപ്പ് തന്നെ തയ്യാറാക്കിയുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി പോലീസിന് വ്യക്തമായിട്ടുള്ളൂ. ഇതേ കാര്യം തന്നെ പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട തെളിവായി കോടതിയിൽ സമർത്ഥിച്ചു. ഒപ്പം തന്നെ ഫിംഗർ പ്രിൻറ്റ്, അതായത് വീടിനകത്ത് കയറിയ സമയത്ത് 5-6 പ്രതികളാണ് വീടിനകത്ത് ഡയറക്റ്റ് കയറിയത്. പക്ഷേ കോടതി കുറ്റപത്രത്തിൽ അടക്കം പറയുന്നത് 8 പ്രതികളെന്നാണ്. അങ്ങനെ 8 പ്രതികളായിരിക്കും വാസ്തവത്തിൽ. അങ്ങനെ പക്ഷേ 6 പ്രതികളുടെ ഫിംഗർ പ്രിൻറ്റ് വീടിനകത്ത് നിന്ന് തന്നെ നിർണായകമായി ലഭിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അത്തരത്തിൽ തെളിവുകൾ സമർത്ഥമായി കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഈ പ്രതികളെ വേഗത്തിൽ പിടികൂടുകയും വാദം പൂർത്തിയാക്കാൻ, ഒരു പക്ഷേ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കോടതി ആയതുകൊണ്ട് തന്നെ, ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം അഭിഭാഷകനായതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകൻ എത്തിയിരുന്നില്ല. കോടതി മറ്റൊരു കോടതിയിലേക്ക് മാറ്റാൻ കൂടി ആ സമയത്ത് പ്രതിഭാഗം ആവശ്യം ഉന്നയിച്ചിരുന്നു. ഹൈക്കോടതിയിൽ പോയിരുന്നു. പക്ഷേ നമ്മൾ ഇതൊക്കെ എടുത്തു പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കൊലപാതക പരമ്പര എന്ന് വേണമെങ്കിൽ വേണു വിശേഷിപ്പിക്കാം. ആ ഒരു കൊലപാതക പരമ്പര, അതിൻ്റെ ഒരു നാൾ വഴി ഒന്ന് വിശദീകരിക്കാമോ? ഷാൻ വധക്കേസിൽ ഇപ്പോഴും വിചാരണ തുടങ്ങിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 2-ന് വിചാരണ എന്ന് തീരുമാനിക്കണമെന്ന് കോടതി കൃത്യമായ രീതിയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കുടുംബം പ്രതികരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ക്യാമറ ആ ഭാഗത്തേക്കും പോകേണ്ടതുണ്ട്. എന്തായാലും നിർണായകമായ വിധി വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ഷാൻ വധക്കേസിൽ ഫെബ്രുവരി 2-ന് മാത്രമാണ് എന്നാണ് ഇത്തരത്തിൽ വിചാരണ തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വിവരം അല്ലെങ്കിൽ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇവിടെ 1.5 വർഷം കൊണ്ട് തന്നെ കേസ് കൃത്യമായ രീതിയിൽ ഫ്രെയിം ചെയ്യാൻ അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാൻ, അത് കഴിഞ്ഞ് പ്രതികളെ ശിക്ഷയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഡിവൈഎസ്പിയുടെയും അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെയും വലിയൊരു മികവായി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബം, രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കുടുംബം പ്രതികരിക്കുകയാണ്. അവരുടെ പ്രതികരണം ഒരു നിർണായകമായ പ്രതികരണമാണ്. കാരണം രാവിലെ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് പൂർണ്ണ വിശ്വാസമാണ് ഈ അന്വേഷണ സംഘത്തിൽ എന്നാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ബന്ധുക്കൾ, ഭാര്യയും ലിഷയും അതുപോലെ തന്നെ അമ്മയും അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. അന്വേഷണം കുറ്റമറ്റ രീതിയിലാണ് നടന്നത്. പ്രോസിക്യൂഷൻ നിരവധി തെളിവുകൾ ഹാജരാക്കി. ആ തെളിവുകളൊക്കെ കൃത്യമായ രീതിയിൽ കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായി അതിനുശേഷം ഇവരെല്ലാം ദൃക്സാക്ഷികളാണ്.